പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയ്ക്ക് ഒത്തിരി വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നാണ്. പുതിയ തലമുറയെ ഈ സിനിമയിലോട്ട് വരാനുള്ള അവരുടെ ആഗ്രഹത്തിനെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ പോലും തോന്നിക്കാവുന്ന റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമയുടേതായിട്ട് വന്നിരിക്കുന്നത്. ഇതിനെ വളരെ ലഘൂകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, അല്ല ഇത്രയല്ലേ ഉള്ളൂ, ഇതിലും വലിയത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവർ, നമ്മുടെ മന്ത്രിമാർ വരെ ചിലർ സംസാരിക്കുന്നത് ഞാൻ കണ്ടു, സിനിമാക്കാർ സംസാരിക്കുന്നത് കണ്ടു. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും ഉറക്കം നടിക്കരുത്. അത് ഇൻഡസ്ട്രിയെ കൂടുതൽ കുഴപ്പത്തിലോട്ട് കൊണ്ടുവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ശക്തമായിട്ട് നടപ്പാക്കണം. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമാ രംഗത്തെ മാഫിയ ഗ്രൂപ്പിൻ്റെ പീഡനം ലൈംഗികമായിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ, ഏറ്റവും ശക്തമായ പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു അഫക്റ്റഡ് പേഴ്സണാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ ശക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഈ രീതിയിലുള്ള പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ല. ഇപ്പോൾ പറയുന്ന ഈ 15 അംഗ പവർ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിനെ പറ്റി മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ, തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ, അന്ന് ആ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയത് താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ യൂണിയനാണ് ആദ്യമായിട്ട് അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് സംവിധായകരുടെയും ക്യാമറാമാൻ്റെയും ഒക്കെ ഉണ്ടാക്കിയത്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ഡ്രൈവർമാരുടെയും അസിസ്റ്റന്റുമാരുടെയും പാത്രം കഴുകുന്ന പ്രൊഡക്ഷൻ വിഭാഗത്തിൻ്റെയും ഒക്കെ അത് ഇൻഡസ്ട്രിയെ കൂടുതൽ കുഴപ്പത്തിലോട്ട് കൊണ്ടുവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ശക്തമായിട്ട് നടപ്പാക്കണം. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമാ രംഗത്തെ മാഫിയ ഗ്രൂപ്പിൻ്റെ പീഡനം ലൈംഗികമായിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ, ഏറ്റവും ശക്തമായ പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു അഫക്റ്റഡ് പേഴ്സണാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ ശക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഈ രീതിയിലുള്ള പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ല. ഇപ്പോൾ പറയുന്ന ഈ 15 അംഗ പവർ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിനെ പറ്റി മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ, തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ, അന്ന് ആ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയത് താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ യൂണിയനാണ് ആദ്യമായിട്ട് അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് സംവിധായകരുടെയും ക്യാമറാമാൻ്റെയും ഒക്കെ ഉണ്ടാക്കിയത്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ഡ്രൈവർമാരുടെയും അസിസ്റ്റന്റുമാരുടെയും പാത്രം കഴുകുന്ന പ്രൊഡക്ഷൻ വിഭാഗത്തിൻ്റെയും ഒക്കെ യൂണിയനാണ് ആദ്യം ഉണ്ടാക്കിയത്. ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി വലിയ തീരുമാനങ്ങൾ എടുത്തിരുന്നു. പക്ഷെ അതെല്ലാം ഈ പറയുന്ന, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഈ വരേണ്യവർഗത്തിനൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്നത്തെ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, മാക്ട തകർത്തതിൻ്റെ മുന്നിൽ നിന്നതൊരു നടനായിരുന്നു. അദ്ദേഹം 40 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ആ സിനിമ ചെയ്യണമെങ്കിൽ സംവിധായകനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ മാക്ട അന്ന് ന്യായത്തിൻ്റെ കൂടെ നിന്നു, നിർമ്മാതാവിൻ്റെ കൂടെ നിന്നു. അതിൻ്റെ പേരിൽ ആ നടൻ സംഘടനയെ തകർത്തു. ഈ റിപ്പോർട്ട് ചരിത്ര പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ 10-12 വർഷമായിട്ട് വിലക്ക് അനുഭവിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കാനുള്ള കാരണം ആ ഇഷ്യൂ ആയിരുന്നു. പല രീതിയിലും വിനയൻ്റെ നേതൃത്വത്തിലുള്ള മാക്ട ഫെഡറേഷൻ, ആദ്യമായിട്ട് മാക്ട ഫെഡറേഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ അന്ന് 150 രൂപ ശമ്പളമുള്ള ഡ്രൈവർമാർക്ക്
അത് 300 ആക്കണം എന്നും പറഞ്ഞ് ഡിമാൻഡ് കൊടുത്ത് സമരം വരെ ചെയ്തു. ആ കാലം തൊട്ട് ഇവൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന മുന്നോട്ട് പോയ പ്രശ്നമാണെന്ന് തോന്നിയ നമ്മുടെ പ്രമുഖരുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല 2004 ഇന്ന് താരങ്ങൾ ഒപ്പിടുന്ന എഗ്രിമെൻ്റ് ഞങ്ങൾ ഒപ്പിടത്തില്ല, അമ്മ സമരവുമായിട്ട് സിനിമ നിർത്തിവെച്ചിട്ട് വിദേശത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിന്ന ഒരു സംവിധായകനായിരുന്നു ഞാൻ. അങ്ങനെയാണെന്ന് ഇവരുടെ സമരത്തെ നേരിട്ടുകൊണ്ട് സത്യം എന്നുള്ള പടം ചെയ്തത്. അന്ന് തൊട്ട് ഇവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ഒടുവിൽ ഈ നടൻ്റെ ഇഷ്യൂ കൂടി വന്നപ്പോൾ നിങ്ങൾക്കറിയാം, അന്ന് 2008 സരോവര ഹോട്ടലിൽ ജൂലൈയിൽ മലയാള സിനിമയിലെ ഈ പ്രമുഖരെല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു മീറ്റിംഗ് നടത്തി. അവിടെ വെച്ചാണ് അന്നത്തെ തൊഴിലാളി സംഘടനയായ മാക്ട്ര ഫെഡറേഷനെ തകർക്കുന്നതും പകരം ഒരു സംഘടന ഇവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ വലിയ ഫണ്ട് കൊടുത്തിട്ടാണ് അന്ന് ആ സംഘടന ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടുണ്ടായ ഒരു ട്രേഡ് യൂണിയനെ അങ്ങനെ തകർക്കുകയാണ് ചെയ്തത്. അന്ന് ആ മീറ്റിങ്ങിൽ പ്രസംഗിച്ച ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ 15 പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഈ തെമ്മാടിത്തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഈ ഏതാണ്ട് 17 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു നേതൃത്വസ്ഥാനത്തിലും ഒരു സംഘടനാ നേതൃത്വസ്ഥാനത്തിലും ഇല്ല, എൻ്റെ സിനിമയായിട്ട് പോവുകയായിരുന്നു. എനിക്ക് തോന്നി ഇത് വിളിച്ച് പറയണമെന്ന്. എന്നു മാത്രമല്ല, ഇന്ന് രാവിലെ തൊട്ട് മലയാള സിനിമയിലെ ചെറിയ ആർട്ടിസ്റ്റുകളോ ടെക്നീഷ്യന്മാരോ ഡ്രൈവേഴ്സോ ഒക്കെ എന്നെ വിളിക്കുന്നു, സാർ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാക്ട്ര ഫെഡറേഷൻ തിരിച്ചു കൊണ്ടുവരണമെന്ന്. അന്ന് മാക്ട്ര ഫെഡറേഷനെ തകർത്തുകൊണ്ട് സംഘടന ഉണ്ടാക്കിയത് ഇത്തരം ചില വൃത്തികേടുകൾക്ക് എതിര് നിൽക്കാൻ ആരും ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഈ പറയുന്ന അമ്മയ്ക്ക് 4 ലക്ഷം രൂപ എന്ന് ഫൈൻ അടിച്ചു. സുപ്രീം കോടതിയിൽ പോയിട്ട് ആ 4 ലക്ഷം കൂട്ടതേ ഉള്ളൂ, കുറച്ചില്ല. ഫെഫ്കയ്ക്ക് ഫൈൻ അടിച്ചു. ഈ നേതാക്കന്മാർക്കൊക്കെ അടിച്ചു, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അന്നൊരു വലിയ വാർത്തയായിട്ട് നമ്മുടെ മീഡിയാസ് പോലും ഈ രീതി കൊടുത്തോന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലാദ്യമാണ് ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു സംഘടനയ്ക്കോ അതിൻ്റെ നേതാക്കന്മാർക്കും ഫൈൻ അടിക്കുന്നത്. അപ്പോൾ അത്തരം വളരെ മോശമായ കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്ന് 2017 അതിൻ്റെ വിധി വരുന്നത്. അന്ന് ഞാൻ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, മലയാള സിനിമയിലെ ഈ പോക്ക് ഇതിനെതിരെ കടിഞ്ഞാണിടണം, ശക്തമായ തീരുമാനങ്ങൾ വരണം. എന്നു മാത്രമല്ല, മാക്ട്ര ഫെഡറേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അവിടെ തൃശ്ശൂർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്നൊരു നടൻ, ഇന്നയാൾ വലിയ നടനാണ്, അയാളൊരു കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞത്, ആ നടനെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടുള്ള ബന്ധം വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും വലിയ നടനല്ലേ സാർ, ഇത്രയും എനിക്ക് ക്വാളിറ്റി ഇല്ലേ മറ്റേ ഇല്ലേ, ഞാൻ ഇങ്ങനെ ആ കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിനോട് മോശമായിട്ട് പെരുമാറി, അല്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാനന്ന് പറഞ്ഞത്, ആ യൂണിറ്റ് മുഴുവൻ വിളിച്ചു കൂട്ടി നീ അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രിയ സുഹൃത്തെ നിനക്കെതിരായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ, തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ്, ആ സംവിധായകൻ തിലകൻ ചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു. തിലകൻ ചേട്ടൻ്റെ എന്തോ ശുണ്ഠി കണ്ടായിരിക്കാം, പുള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു. എന്നോടന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ സുഹൃത്തായപ്പോഴത്തെ നടൻ നമ്മുടെ സാധിക്കാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ. ഞാൻ വിളിച്ചു പറഞ്ഞു, തിലകൻ ചേട്ടനെ വിളിച്ച് സമാധാനിപ്പിച്ചു. ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ശുണ്ഠി കാണിച്ചാലും നിങ്ങൾ പറഞ്ഞ് ശരിയല്ല, മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ആ സംവിധായകൻ്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോട് കാര്യത്തിൽ. അദ്ദേഹം ഇന്ന് വലിയ സംഘടനയുടെയൊക്കെ വലിയ ഗവൺമെൻറ് തലപ്പത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ളൊരു സംഘടനയാണ് ഇവർ അന്ന് തകർത്തത്, 2 വർഷം തികയുന്നതിന് മുമ്പ് തകർത്തത്. ഇന്നത്തെ പത്രത്തിൽ അതിൻ്റെ ന്യൂസ് വന്നുകൊണ്ടാണ് ഇത് വീണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നിയത്. തീർച്ചയായിട്ടും ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തു വിടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു. കാരണം അതിനകത്തെ 15 അംഗ പവർ ഗ്രൂപ്പാണ് അതിന് കാരണം. ഞാനൊരു കാര്യം പറയുന്നു,
ബഹുമാനപ്പെട്ട മന്ത്രി കോൺക്ലേവ് വിളിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ 15 അംഗ പവർ ഗ്രൂപ്പിന്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. പറയാൻ പാടില്ല, ഒരിക്കലും പറയത്തില്ല. അതിനൊരു കാര്യമില്ല, ചുമ്മാ പറയാന്ന് പറയത്തില്ലേ, തെളിവില്ലല്ലോ. ആധികാരികമായ കാര്യങ്ങളെ നമ്മൾ പറയാവുള്ളൂ. നിങ്ങൾക്കും അറിയാം. അപ്പൊ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. അത് ഇല്ല, ആ പേരുകൾ ഞാൻ പറയുന്നില്ല. അല്ല, അന്ന് അത് നിങ്ങൾക്കറിയാം. ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. അതായത് ഈ പറയുന്ന സരോവരത്തിൽ 2008 ആവേശപൂർവ്വം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പറയാനുള്ളത്, മന്ത്രി എന്നേ പറയുന്നുള്ളൂ, സംസ്ഥാന മന്ത്രിയായിരിക്കും. അപ്പോ ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിന്റെ മുന്നിലും ഈ 15 അംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ ബഹുമാന്യായ സജി ചെറിയാൻ വലിയ പ്രതിഷേധം ഉണ്ടാകും. ഇതുവരെ ഞാൻ വിട്ടുനിന്ന് നിങ്ങളെല്ലാം കൂടി എന്നെ ഇല്ലാതാക്കാനായിട്ട് ഫുൾ സപ്പോർട്ട്, ഞാൻ ഇവിടുത്തെ സർക്കാർ ഉൾപ്പെടെ എനിക്കെതിരെ ഇത്രയും വലിയ വിലക്ക് വന്നിട്ട് സുപ്രീം കോടതി വരുന്നിടം വരെ ഇവർക്കാർക്കും അറിയില്ലല്ലോ. അന്ന് ബഹുമാന്യനായ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി MA ബേബി എടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യമല്ല പറഞ്ഞത്, തിലകൻ ചേട്ടനെ സീരിയൽ പോലും ചെയ്യാൻ അനുവദിക്കുന്നില്ല, അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സമയമായില്ല വിനയാന്ന് പറഞ്ഞു. ഞാൻ ഇടപെടാം, സമയമായില്ല. പക്ഷെ സമയമായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അപ്പം അത്തരം രീതിയിൽ ഒത്തിരി ദ്രോഹിച്ചിട്ടുള്ള അവസ്ഥയിൽ അതൊക്കെ വിട്ടുകൊണ്ട് പുതിയ സംഘടന, പുതിയ സിനിമ പോകട്ടെ, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നു, ഒറ്റയ്ക്ക് നിന്നാലും ഫൈറ്റ് ചെയ്യും. ഈ കോൺക്ലേവ് നടത്താനായിട്ട് ഈ പറയുന്ന 15 അംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകും. ഹേമ കമ്മീഷൻ പറയാത്ത പേര് ഞാൻ പറഞ്ഞ് കുളവാക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ, ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾക്കറിയാം 10, 15, 20 വർഷമായിട്ട് ഇവരെ എതിർക്കുന്ന ഒരു സംവിധായകൻ. എന്റെ വായിന്നത് വന്നിട്ട് അവർക്ക് നിങ്ങൾക്കറിയാം അതിന്റെ മറുപടി എന്തായിരിക്കും കൗണ്ടർ വരുന്നതെന്ന്. ഇയാളിത് പറയും, ഇയാൾ ഞങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അത് വേറെ രീതിയിൽ ഇപ്പം ഇത്രയും നിങ്ങളുടെ മുന്നിൽ വന്നല്ലോ, വരും. എനിക്ക് ഇക്കാര്യത്തിൽ ഞാനൊന്ന് തുറന്നു പറയുന്നു, ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പ്രകാരമുള്ള നടപടി ഉണ്ടാകണം, ചർച്ചകൾ വേണം. ആ ചർച്ചകൾക്ക് മുന്നിലും അദ്ദേഹത്തിന് അറിയാമല്ലോ, ബഹുമാന്യായ സജി ചെറിയാൻ അറിയാതിരിക്കുമല്ലോ ഈ 15 അംഗ പവർ ഗ്രൂപ്പ്. അദ്ദേഹം അത് വായിച്ചിട്ടില്ലെന്നാണ് ഇന്നലെ പറയുന്നത് കേട്ട്. വായിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, ബഹുമാന്യായ AK ബാലൻ മിനിസ്റ്റർ എന്ന് വിളിച്ചു ചോദിക്കണം, അദ്ദേഹം വായിച്ചെന്ന് പറയുന്നത് കേട്ടു. അദ്ദേഹമാണല്ലോ ഇത് കൈപ്പറ്റിയത്. അദ്ദേഹം പറഞ്ഞു തരും ഈ പേരാരൊക്കെയാന്ന്. ആ പേരുകാരെ വെച്ചുകൊണ്ട് ഒരിക്കലും മലയാള സിനിമ പുനരുദ്ധരിക്കാൻ, ഞങ്ങളെയൊക്കെ നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കരുതെന്ന് മാത്രമേ ബഹുമാന്യായ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. സാറേ, അതോടൊപ്പം തന്നെ സാർ ഈ സംഘടനയുടെ തലപ്പത്തിരുന്ന ഒരാളാണ് മാക്ടയുടെ. അപ്പോൾ സാറിന്റെ കാലഘട്ടത്തിൽ ഈ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ അധിക്ഷേപമോ ആക്രമണങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായി. പക്ഷേ ഒരു ആരോപണം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മാക്ട ഫെഡറേഷനിൽ വന്നിരിക്കുന്ന ചെറിയ ആരോപണങ്ങൾ ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക്, പെൺകുട്ടികൾക്കെതിരെയായിരുന്നു. അതിന് ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ല, നടിമാർക്കെതിരെ ഇല്ല, അങ്ങനെ അത് വരാനായിട്ട് ഞങ്ങൾ ടെക്നീഷ്യന്മാരുടെ സംഘം അതിന് നടപടിയെടുക്കേണ്ടതൊക്കെ താരസംഘടനയാണ്. ഞാൻ ഒന്ന് തുറന്നു പറയാം, മലയാള സിനിമയിൽ ഒത്തിരി സംഘടനകളുണ്ട്. എല്ലാം വലിയ ശക്തമാണ്, വലിയ ഫണ്ടുള്ളവരാണ്. ഈ സംഘടനകൾ ശക്തമായിട്ട് നിലപാടെടുത്താലേ ഈ ഇൻഡസ്ട്രി, ഇപ്പോൾ കേസോ അല്ലെ മറ്റുള്ള കണക്കല്ലല്ലോ, ഇൻഡസ്ട്രി മുന്നോട്ട് പോകണം. മലയാള സിനിമ കോടികളി സംസ്ഥാനത്തിന് നൽകുന്ന ഒന്നാണ്. എൻ്റെയൊക്കെ ചോറാണ് മലയാള സിനിമ. ഞാൻ പിന്നെ ഫൈറ്റ് ചെയ്തതിൻ്റെ വ്യക്തിത്വമായിരുന്നു. ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ട് കീഴടങ്ങുന്നില്ല. പാലാരിവട്ടത്ത് തട്ടുകട കിട്ടാലും ഞാൻ ജീവിക്കുമെന്ന്